നമസ്കാരം. കണ്ണിറുക്കി തരംഗമായി മാറിയ നടി പ്രിയ വാര്യരോട് സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് ഇത്ര വിരോധമെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ മാണിക്യമലരായ എന്ന ഗാനത്തിലൂടെ പ്രശസ്തിയായ പ്രിയ വാര്യർക്കെതിരെ നേരത്തെയും ഡിസ്ലൈക്ക് ക്യാമ്പയിൻ സജീവമായിരുന്നു. പ്രിയയുടെ ആദ്യ ചിത്രം ഒരു അഡാർ ലവിലെ ഫ്രേക്ക് പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം ഡിസ്ലൈക്കുകൾ വാരിക്കൂട്ടിയാണ് ഒന്നാമതെത്തിയത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ ബോളിവുഡ് ചിത്രത്തിന്റെ ട്രെയിലറും ചർച്ചയായിരുന്നു. നീന്തി തുടിച്ചും ആടിത്തിമിർത്തും പുകവലിച്ചും ഒക്കെ വരുന്ന നായികയെ അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയ വീണ്ടും വരികയാണ്. ഇപ്പോഴിതാ മലയാളി താരം പ്രിയ പ്രകാശ് വാര്യരുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം ശ്രീദേവി ബംഗ്ലാവിനെതിരെയും വക്കീൽ നോട്ടീസും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. ചിത്രത്തിന്റെ ഉള്ളടക്കത്തിന് നടി ശ്രീദേവിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു നോട്ടീസ്. ശ്രീദേവിയുടെ ഭർത്താവും ബോളിവുഡ് നിർമ്മാതാവുമായ ബോണി കപൂറാണ് ശ്രീദേവി ബംഗ്ലാവിന്റെ സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി ഉൾപ്പെടെയുള്ള അണിയറക്കാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ദേശീയ അവാർഡടക്കം ലഭിച്ച ഒരു സൂപ്പർ നായികയാണ് താൻ ശ്രീദേവി ബംഗ്ലാവിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രിയ വാര്യർ നേരത്തെ പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലറിൽ ഒരു കഥാപാത്രം ബാത്ടബിൽ മരിച്ചു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഈ രംഗവും ചിത്രത്തിന്റെ പേരുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ബോണി കപൂർ കോടതിയെ സമീപിച്ചത്. ബോണി കപൂറിൽ നിന്നും വക്കീൽ നോട്ടീസ് ലഭിച്ച വിവരം സ്ഥിരീകരിച്ച സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി പക്ഷേ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരു വാരമാണ് അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചത്. അതിനെ ഞങ്ങൾ നേരിടും. ഒരു സസ്പെൻസ് ത്രില്ലറാണ് ചിത്രം. ശ്രീദേവി എന്നത് ഒരു സാധാരണ പേരല്ല എന്ന് ഞാൻ ബോണി കപൂറിനോട് പറഞ്ഞു. എൻ്റെ ചിത്രത്തിലെ നായികയും ഒരു സൂപ്പർ നായിക ആണെന്ന് മാത്രം. ആദ്യമായി ബോളിവുഡിൽ അഭിനയിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് താനെന്നാണ് ട്രെയിലർ ലോഞ്ചിങ് വേദിയിൽ പ്രിയ വാര്യർ പ്രതികരിച്ചത്. എന്നാൽ അതിൻ്റെതായ പരിഭ്രമമുണ്ടെന്നും പ്രിയ പറഞ്ഞു. ടീസർ കാണാനും പിന്തുണയ്ക്കാനുമാണ് എല്ലാവരോടും പറയാനുള്ളത്. ലേഡി സൂപ്പർ സ്റ്റാറായ ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ദേശീയ അവാർഡ് വിജയിയാണവർ. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള സിനിമയാണിത്. ശക്തമായ തിരക്കഥയാണ്. അതിനാലാണ് ഈ സിനിമ തിരഞ്ഞെടുത്തതെന്നും പ്രിയ വാര്യർ പറഞ്ഞിരുന്നു. നടിയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ വികസിക്കുന്നത്. ഏതായാലും അഡാർ ലവിന് പിന്നാലെ ശ്രീദേവി ബംഗ്ലാവും ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചില വിമർശനങ്ങളാണ് പ്രിയ വാര്യർക്കെതിരെ ഉയർന്നു വരുന്നത്. ഒപ്പം അനുകൂലമായ നിലപാടുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.